എൻ്റെ പേര് ആലീസ് അബ്രാഹാം. ഞാൻ UK-യിൽ നിന്ന് വരുന്നു. ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് യാക്കോബിറ്റ് ഇടവക അംഗമാണ്. എനിക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മാതാവും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും പരിശുദ്ധ ആത്മാവും എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ അതിവിശുദ്ധമായ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ 17 വർഷമായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അന്നേരം എൻ്റെ ഹസ്ബൻഡും കൊച്ചും നാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ചേട്ടായിയുടെയും കൊച്ചിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാനും കടങ്ങൾ വീട്ടുവാനും വേണ്ടി. ആ സമയത്താണ് 4-5 വർഷമായി ഞങ്ങൾ കാനഡയ്ക്ക് പോകാനായിട്ട് എല്ലാം ചെയ്ത്, പക്ഷേ കൊറോണ മൂലം അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് UK പോകാനായിട്ട് ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ UK-യിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രൈവറ്റ് കെയർ ഹോമിൽ കെയർ അസിസ്റ്റൻ്റായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. പക്ഷേ അവിടെ ഭയങ്കരമായിട്ടും കഷ്ടപ്പാടും ദുരിതങ്ങളും ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ചേട്ടായിയുടെ കൂട്ടുകാരൻ്റെ വൈഫ് ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ബീനയ്ക്ക് NHS ജോലി കിട്ടി, ചേട്ടൻ അപ്ലൈ ഞാനെല്ലാം പറഞ്ഞു തരാമെന്ന് പറയണം. അപ്പോൾ ബീന എല്ലാ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊച്ചിന് പറഞ്ഞു കൊടുത്തു. ബീന അന്ന് 12 മണി രാത്രി 12 മണി 1 മണിയായപ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു. കൊച്ചിന് പറഞ്ഞ് ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊച്ചിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ കൊച്ച് അതെല്ലാം അപ്ലൈ ചെയ്തു. ഞങ്ങൾ 80-85ഓളം ആപ്ലിക്കേഷൻ അയച്ചു. അതിൽ 2 ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ വർത്തിങ്ങിൽ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ചു സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് ഇമെയിൽ വിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ കെയർ ഹോമിൽ ഒരു CQC പ്രോബ്ലം മൂലം ആ കെയർ ഹോം ക്ലോസ് ചെയ്യാമെന്ന് അറിയുന്നത്. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് പേപ്പർ തന്നു. ഞങ്ങളാകെ വിഷമിച്ചു, പ്രാർത്ഥിച്ചു, കണ്ണീരോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ സമയങ്ങളിൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ വീട്ടിലുണ്ട്. ആ ഫോട്ടോയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഈ ജോലി എനിക്ക് എങ്ങനെയെങ്കിലും തരണമെന്ന്. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, മമ്മി ഇത് ഇൻ്റർവ്യൂ പാസ്സായാലും ഇല്ലെങ്കിലും മമ്മിക്ക് എങ്ങനെയാണ് ജോലി കിട്ടണേ, സ്പോൺസർഷിപ്പ് അവർ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മമ്മിക്ക് ജോലി കിട്ടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും തരും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല, പക്ഷേ എൻ്റെ മാതാവ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓടമ്പടി കാശ് രൂപവും ഓടമ്പടി ഉപ്പും തൈലവും വെച്ച് ഞങ്ങളെന്നും രാവിലെ വൈകിട്ടും എന്നും മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുകയും മോള് എന്നും മാതാവ് പറഞ്ഞു കൊടുക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും മോളെ എന്ന് പറയുമ്പോൾ കൊച്ചു മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. ഇപ്പം ഞങ്ങൾ ഒരു ദിവസം എന്തെങ്കിലും ക്ഷീണം അല്ലെങ്കിൽ അസുഖം കാരണം ഞാൻ പ്രാർത്ഥിക്കാതിരുന്ന മോള് വന്ന് വിളിക്കും, അമ്മ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൊച്ചിരുന്ന് കരയുമായിരുന്നു. അങ്ങനെ മോള് വന്ന് ഞങ്ങൾ വിളിപ്പിച്ച് മോള് പറയുമായിരുന്നു പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കെയർ ഹോം കൂട്ടണം കൊണ്ട് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് പോയി. ആ ദിവസം വന്ന് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. 10 മണിക്ക് ഞങ്ങൾക്ക് എത്തേണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയത്. അപ്പം ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, നമുക്ക് ഈ സഹനങ്ങളും കഷ്ടങ്ങളും എല്ലാം തരുന്നത് ഈ ജോലി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ചേട്ടായി പറഞ്ഞു, നിനക്ക് എങ്ങനെ ജോലി കിട്ടും, അത് ഇൻ്റർവ്യൂ പാസ്സായാലും സ്പോൺസർഷിപ്പ് അവർ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ ജോലി കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് തരും, അതുകൊണ്ടാണ് ഈ സഹനങ്ങളെല്ലാം എനിക്ക് തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലുള്ള എബിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഞങ്ങളെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി. അപ്പോൾ എബിൻ പറഞ്ഞു, ഞാൻ 10-15 വർഷമായിട്ട് ഇതുവരെയും അവിടെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, എന്നാലും നിങ്ങളുടെ കെയർ ഹോം പൂട്ടുകയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകണമല്ലോ, അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവിന് പോയിക്കോ, അതൊരു എക്സ്പീരിയൻസ് ആവുന്നല്ലോ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങളെ എല്ലാവരെയും ഇൻ്റർവ്യൂവിനുള്ള എല്ലാവരെയും അകത്ത് കയറ്റി മേട്ടൻ ആദ്യം പറയുന്ന ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ കേട്ടത് ശരിയാണോ ഇല്ലയോ എന്ന്. അപ്പോൾ അടുത്തിരുന്ന കൊച്ചിനോട് ചോദിച്ചു, സ്പോൺസർഷിപ്പ് കിട്ടുമെന്നല്ലേ കൊടുക്കുമെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി, അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം മാതാവ് മാറ്റി എഴുതിയതെന്ന് മനസ്സിലായി. കാരണം എല്ലാവരും പറഞ്ഞു ആദ്യമായിട്ടാണ് അവിടെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കണേന്ന്. അപ്പോൾ ഞാൻ 8 പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. അപ്പോൾ
എക്സാമിനർ എല്ലാം ഓരോരുത്തരെ രണ്ടുപേരും വെച്ച് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് എക്സാമിന് പോയി. അപ്പം ഞാൻ ചേട്ടായിയോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടായി നന്നായി പ്രാർത്ഥിച്ചോ, ഇവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനും ഈ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യം കയറുന്നതിന് മുമ്പ് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ ഡോറിലിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കയറിയത്. അപ്പോൾ ചേട്ടായി ഫോൺ എടുക്കാൻ പുറത്ത് പോയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഡിജി ചേട്ടൻ വന്ന് എന്നാ ചെറിയാച്ച കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടായി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ മേട്ടറും വന്നിട്ട് ചോദിച്ചു, ആടെ ഹസ്ബൻഡാണ് ഈ പുറത്ത് നിൽക്കുന്നത്, അവർ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ റൂമിൽ കയറുന്ന സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പും കാശ് രൂപത്തിൽ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു, നീ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സ്മാർട്ടായിട്ട് നിൽക്കണം, സ്റ്റഡി ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും ഞാൻ അതൊന്നും നോക്കാതെ കാശ് രൂപത്തിന് കൈ വിടാതെ കാശ് രൂപം പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കാണാമായിരുന്നു ചേട്ടായി ആ റൂമിൻ്റെ കോറിഡോറിൽ നിന്ന് കാശ് രൂപവും ചേട്ടായി കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, അറിയാവുന്നതൊക്കെ പറഞ്ഞു, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോണതിന് മുമ്പ് ഞാൻ ഇവിടെ സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും പിന്നെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം എല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. 2 ദിവസം കഴിഞ്ഞ് എനിക്ക് പറഞ്ഞു ഇൻ്റർവ്യൂവിന് സെലക്ഷനായെന്ന് പറഞ്ഞ് ഇമെയിൽ വന്നു. അതേ സമയം തന്നെ ഞാൻ വേറെ ഒരു നേഴ്സിംഗ് ഹോമിൽ ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. അവിടെയും ഞാൻ ഉടമ്പടി ഉപ്പിട്ട് കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അപ്പോൾ ഈ നേഴ്സിംഗ് ഹോമിൽ പ്രൈവറ്റ് സാലറി നല്ലതുണ്ട്, ഒരു നേഴ്സിംഗ് ഹോമിൽ എനിക്ക് മെഡിക്കേഷൻ കൊടുക്കാനായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ചേട്ടായി പറഞ്ഞു, എനിക്ക് NHSൽ ഗവൺമെൻറ്റിൽ ജോലി കിട്ടണമെന്ന് ഉടമ്പടിയിൽ വെച്ചായിരുന്നു. അതുപോലെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു, 1 വർഷത്തിനുള്ളിൽ എനിക്ക് NHSൽ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ NHSൽ സാലറി കുറവാണെങ്കിലും ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച പ്രകാരം തന്നെ ഞങ്ങൾ NHSൽ ജോലിക്ക് കയറി. അതിനുശേഷം ഞങ്ങൾക്ക് ഒത്തിരിയേറെ കഷ്ടപ്പാടും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ എല്ലാം തീർക്കാനുള്ള പൈസകളൊക്കെ മാതാവ് തരുന്നത്. പക്ഷേ ആ സമയത്ത് ആർക്ക് എത്രയാണോ കൊടുക്കേണ്ടത് ആ പൈസ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും മാതാവ് ഞങ്ങളുടെ കൈകളിൽ എത്തിക്കും. ഞങ്ങൾ എന്നും മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ചേട്ടായി പറയും, നീ ആ മാതാവിൻ്റെ ഫോട്ടോയിൽ കൈവച്ചായത് ചെളിയാക്കാതെ. അപ്പോൾ ഞാൻ പറയും, ഞാനും മാതാവും തമ്മിലൊരു ബന്ധമുണ്ട്, അതിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് എനിക്കത് തരുമെന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചേട്ടായി ഒരു നേഴ്സിംഗ് ഹോമിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് ചെന്നു. ചേട്ടായിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടായിനെ ആദ്യം അവർ സെലക്ട് ചെയ്തില്ല. എങ്കിലും ഞങ്ങൾ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല ചേട്ടായി, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ പോകാനായിട്ട് തിരിഞ്ഞപ്പോൾ അവിടെ മലയാളി ഒരു സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ മാനേജർ വിളിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചേട്ടായി തിരിച്ച് മാനേജറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ മാനേജർ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പോൾ ആ മലയാളി സ്റ്റാഫ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്നിട്ട് മാനേജർ പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ അന്നേരം ചേട്ടായി പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ചേട്ടായി അവിടെ ആൻസർ പറഞ്ഞു. ചേട്ടായിയുടെ അമ്മേനെ അപ്പനെ എങ്ങനെയാണോ നോക്കിയത് ആ രീതിയിലുള്ള ആൻസറുകളാണ് ചേട്ടായി കൊടുത്തത്. ദൈവത്തിൻ്റെ വലിയ കൃപയാലും ചേട്ടായിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലെങ്കിലും അവിടെ മാനേജർ ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്താലും മാതാവിൻ്റെ കൃപയാലും ചേട്ടായിക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. അതിനുശേഷം ഇന്നേ വരെ അവിടെ ഇംഗ്ലീഷ് അറിയാത്ത ഒരു ആളെയും ജോലിക്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ CBT OSCE എക്സാം തന്നെ ഇതുമാതിരി ഭയങ്കര പാടായിരുന്നു. ഞാൻ CBT എക്സാമിന് വേണ്ടി പോയപ്പോൾ കാശ് രൂപവും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലും കീപാഡിലും പിന്നെ
മൗസിലും ഉടമ്പടി തൈലവും ഉപ്പും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പാട്ട് എളുപ്പമായിരുന്നു. പാർട്ട് ബി ഭയങ്കര വിഷമമായിരുന്നു. ഒരു 100 ക്വസ്റ്റ്യനിൽ 10-15 ക്വസ്റ്റ്യൻ മാത്രമേ അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലാ എക്സാം കഴിഞ്ഞ് അവർ എക്സാമിനർ വന്ന് ഇത് ക്ലോസ് ചെയ്യണ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അന്നേരം അവരെന്നെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി റിസൾട്ട് മേടിക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ പാർട്ട് ബി പാസ്സായി എന്ന് പറഞ്ഞ് ഒരു പേപ്പർ വന്നു. അപ്പോൾ അടുത്ത പേപ്പർ ഞാൻ തുറന്നു നോക്കിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു പാർട്ട് എ ഞാൻ തോറ്റുപോയി. എൻ്റെ മാതാവ് സാരമില്ല, എന്നാലും ഞാനൊരു ഇത് ജയിച്ചല്ലോ, സാരമില്ല എന്നോർത്ത് ഞാൻ രണ്ടാമത്തെ പേപ്പറും തുറന്നു നോക്കിയപ്പോൾ ഞാൻ പാർട്ട് എയും പാസ്സായി. എനിക്കറിയില്ല, എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി തന്നാന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ പുറത്തിറങ്ങി മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ചേട്ടായിയോട് വിളിച്ചു പറഞ്ഞു, ചേട്ടായി എനിക്ക് ഭയങ്കര പാടായിരുന്നു, പക്ഷേ മാതാവ് എന്നെ വിജയിപ്പിച്ചു. നമ്മുടെ കയ്യിലൊന്നുമില്ല, കാശുമില്ല, ഒന്നുമില്ല, ഞാൻ ബലഹീനയാണ്, കുറവുള്ളവരാണ്, എങ്കിൽ പോലും എൻ്റെ മാതാവ് എന്നെ തക്ക സമയത്ത് തന്നെ അവിടെ നിന്ന് സഹായിച്ചു. ഞാൻ ഓരോ ഇൻ്റർവ്യൂവിനായാലും എക്സാമിന് പോകുമ്പോഴും ഞാൻ വചനങ്ങളെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഓസ്കി എക്സാമിൻ്റെ സമയത്തായാലും ഞങ്ങൾക്ക് 2.5-3 ലക്ഷത്തിൻ്റെ അടുത്ത് പൈസ വേണമായിരുന്നു. ഞങ്ങളുടെ ഈ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളാകെ വിഷമിച്ചിരുന്ന സമയത്ത് ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞങ്ങൾ കേട്ടു. അതിൽ അച്ഛൻ പറഞ്ഞായിരുന്നു 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് വിഷമിച്ചാണ് ഇരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അത് 2 വർഷത്തിന് ശേഷമായാലും നിങ്ങൾക്കത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ചേട്ടായിയുടെ കൂട്ടുകാരൻ്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എന്നെ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ CBT പാസ്സായി, ഓസ്കി എഴുതാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടൻ എന്തിയെ ചോദിക്കാൻ, ഞാൻ തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിൻ്റെ അപ്പനും അമ്മയും ഓപ്പറേഷന് ഒക്കെ കഴിഞ്ഞ് ആ കൊച്ച് നാട്ടിൽ ലീവിന് പോകാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായി പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ പൈസ കാണില്ല, നാട്ടിൽ പോവില്ല, അതുകൊണ്ട് ജിനോ ഞങ്ങൾ ചോദിക്കാഞ്ഞെന്ന് പറഞ്ഞു. അത് സാരമില്ല ചേട്ടാ ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ ജിനോ ഞങ്ങൾക്ക് 1000 പൗണ്ട് തന്നു. അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു, നീ അടുത്ത പൈസയ്ക്ക് ഞങ്ങൾ ആരെങ്കിലോടും ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിനോ പറഞ്ഞു, ഈ ചേട്ടന് എത്രയും പൈസ വേണ്ട, ഞാൻ അത്രയും തരാമെന്ന് പറഞ്ഞു. ആ കൊച്ച് അപ്പം തന്നെ ഞങ്ങൾക്ക് ജിനോ പൈസ ട്രാൻസ്ഫർ ചെയ്തു. അന്നേരം തന്നെ ഞങ്ങൾ ഓസ്കി എക്സാം ബുക്ക് ചെയ്തു. ഓസ്കി എക്സാം എനിക്ക് മോക്ക് എക്സാം എളുപ്പമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാം ഒത്തിരി താന്ന് പോയിക്കൊണ്ടിരുന്നു. കാരണം 5 ദിവസം ഞാൻ പ്രാർത്ഥനയും കുറച്ച് സമയം ഉറങ്ങി, ബാക്കി പഠിപ്പും പ്രാർത്ഥനയായിട്ട് തന്നെ 5 ദിവസങ്ങൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഓസ്കി എക്സാം എഴുതി. പക്ഷേ ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഓരോന്നിലും ഓരോ മിസ്റ്റേക്ക് ഉള്ളതായി തോന്നി. അവിടെയും ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും തൈലവും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത് ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഉവ്വാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ എക്സാം കഴിഞ്ഞ് എല്ലാവരും ഓരോ അഭിപ്രായം പറഞ്ഞു. എനിക്കൊന്നും പറയാനുണ്ടായില്ല, കാരണം ഞാൻ ഭയങ്കര മനോവിഷമത്തോടുകൂടിയാണ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. അപ്പോൾ ചേട്ടായി ചോദിച്ചു എങ്ങനെയുണ്ട് എക്സാം. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ദൈവം എന്താണ് തീരുമാനിക്കണേ, ദൈവത്തിൻ്റെ ഇഷ്ടം മാതിരി നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ചേട്ടായി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് ഒത്തിരി പേരുടെ പ്രാർത്ഥനകളുണ്ട്. ഞങ്ങൾക്ക് ഓരോ വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ഞങ്ങളുടെ ചേച്ചിയുടെ മോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ CBT എക്സാം എഴുതിയപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഓസ്കി എക്സാം എഴുതിയപ്പോഴും ഞാൻ വിളിച്ചു പറയായിരുന്നു, ബിന്ദു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയും. അപ്പോൾ ബിന്ദു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അമ്മച്ചിയും ചേച്ചിമാരെല്ലാം എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും കൂട്ടായി പ്രാർത്ഥിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഒത്തിരി പേര് നിന്നെയൊക്കെ സ്മാർട്ടായിട്ടുള്ള മിടുക്കുകളും ചെറുപ്പക്കാരും ഇംഗ്ലീഷ് അറിയാവുന്നവരെല്ലാം പോയി 2-3 പ്രാവശ്യം എഴുതണം. പിന്നെ നിനക്ക് ഒറ്റ പ്രാവശ്യം കിട്ടണമെന്ന് നീ പറയണേല, എന്നാ ദൈവത്തിന് ഇഷ്ടം മാതിരി നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയിൽ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ മാതാവിനറിയാമല്ലോ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, നീ അടുത്ത പ്രാവശ്യം പോകണമെങ്കിൽ നീ എക്സ്ട്രാ പൈസ കൊടുക്കണം, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, കടങ്ങളാണ് മാതാവിനറിയാമല്ലോ, എൻ്റെ മാതാവേ ഞങ്ങളെ ജയിപ്പിച്ച് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കരഞ്ഞപ്പോൾ ചേട്ടായി നീ വിഷമിക്കൊന്നും വേണ്ട, ദൈവത്തിൻ്റെ കൃപ കാണുമെന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ടാക്സി കയറിയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ ഓസ്കി പാസ്സായി എന്ന് പറഞ്ഞ്. ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഉടമ്പടി കാശ് രൂപം കഴുത്തിലുണ്ട്. ആ കാശ് രൂപം പിടിച്ചുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു മാതാവിനോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ID ചെക്കിനായിരുന്നു. ID ചെക്കിനായാലും ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ID ചെക്കിൽ എൻ്റെ നേഴ്സിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കാണുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കത് എവിടെയാണ് പോയത്, എങ്ങനെയാണ് പോയതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജോലിക്ക് നടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ മാതാവേ, എനിക്ക് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, എനിക്കത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല മാതാവേ, എങ്ങനെയാണ് പോയതെന്ന് ഒരു ബോധ്യമൊന്നുമില്ല, നീ മാതാവ് എനിക്ക് കാണിച്ചു തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേരള കൗൺസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെ ഭാഗവും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു, അവിടെയൊന്നും കണ്ടെത്തിയില്ല. എൻ്റെ ചേച്ചിയുടെ മോനെ കേരള കൗൺസിൽ വിട്ടു, അവിടെയും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ചേട്ടായി എന്നോട് പറഞ്ഞു, നീ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വിട്ടു, ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞായിരുന്നു. എൻ്റെ ഓസ്കി CBT എക്സാമിന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു, എനിക്ക് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നെല്ലാം ഓരോ വചനങ്ങൾ എനിക്ക് തരുമായിരുന്നു. ആ വചനങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അന്നേരം അവരെനിക്കൊരു ഇവിടുന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് എന്നായാലും കിട്ടുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ചേട്ടായി ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടു, ചേട്ടായിയുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി സർട്ടിഫിക്കറ്റ് കിട്ടിയിടി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുകയാണ്, ചേട്ടായി ഞാൻ ആദ്യം മാതാവിൻ്റെ അടുത്ത് നിന്ന് നന്ദി പറഞ്ഞിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ സർട്ടിഫിക്കറ്റ് പോലും നോക്കാതെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോഴത്തേക്കും ചേട്ടായി എണീറ്റു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടായി ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ്, ഏത് ബാഗിൽ നിന്നാണ് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ID ചെക്കിന് പോണ 2 ദിവസം മുമ്പ് ഞാൻ കേരള കൗൺസിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, മോളുടെ പേര് ആലിസ് എബ്രാഹം അല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു, രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്, നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുത്താൽ മതി കിട്ടുമെന്ന്. എങ്കിൽ പോലും ഞങ്ങൾക്ക് ID ചെക്കിന് പോകാൻ നേരത്തെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ ID ചെക്ക് കംപ്ലീറ്റ് ആക്കുകയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചു നല്ല പ്രാർത്ഥന അനുഭവമുള്ള കൊച്ചായിരുന്നു. ആ കൊച്ചിൻ്റെ മമ്മി എനിക്ക് വേണ്ടി വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ എക്സാമിനർ ID ചെക്കിന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ല, നേഴ്സിങ്ങിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കേരള കൗൺസിലാണ്, കയ്യിലില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു പോസ്റ്റ് BScയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അത് എന്നിട്ട് നിങ്ങളുടെ കോപ്പി എടുത്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് ID ചെക്കും കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പോൾ പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഓഗസ്റ്റ് 8-ന് 6-7 അച്ഛൻ്റെ ധ്യാനം ആഷ്ഫോർഡിലുണ്ടായിരുന്നു. ഞങ്ങൾ ആ 2 ദിവസം ധ്യാനത്തിൽ പോയി. ആദ്യം ഇംഗ്ലീഷും മലയാളമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ല. അതിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോൻ്റെ നിയോഗത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ, മോൻ്റെ തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞു, അത്യാവശ്യമുള്ള 20 പേരുടെ മാത്രമേ പ്രാർത്ഥിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ കടന്നു പോണ വഴി ഈ മോളും അവിടെ അടുത്തുള്ള 2 കുഞ്ഞുങ്ങളും അച്ഛൻ്റെ കയ്യിൽ കൈക്ക് സ്തുതി കൊടുക്കണം മാതിരി കൈകൂപ്പി നിന്നു. അപ്പോൾ അന്നേരം അച്ഛൻ ഇവരുടെ തലയിലും തോളത്തും ഇങ്ങനെ കവിളിലും തട്ടി. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അതിൽ കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി പുതുക്കുന്നവരെ, ഉടമ്പടി എടുക്കുന്നവർക്ക് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നാലും എനിക്കൊരു വിഷമമുണ്ടായിരുന്നു, എൻ്റെ മോൻ്റെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ എന്നും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുകയാണ്, ഉടമ്പടി പുതുക്കിയവർക്കും ഉടമ്പടി പുതുക്കിയവരും ഉടമ്പടി എടുത്തവരും അല്ലാത്ത ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടെന്ന്. അങ്ങനെ ചേട്ടായും കൊച്ചും മുട്ടുമേ നിന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷം എൻ്റെ മോന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. മോൻ പുറത്ത് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ വീട്ടിൽ
ഭയങ്കരമായിട്ട് വഴക്കും മൊബൈൽ യൂസൊക്കെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ കൊച്ചിന് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും എൻ്റെ കർത്താവ് യേശു മിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ചേട്ടായി പണ്ടേ മുതൽ ഒത്തിരി സഹായം ചെയ്യുന്നതാണ്. കടം മേടിച്ചായാലും പലിശക്ക് മേടിച്ചായാലും എല്ലാവരെയും സഹായിക്കുമായിരുന്നു. പിന്നെ ക്രിസ്മസ്, ഈസ്റ്റർ സമയങ്ങളിൽ 25 പാവപ്പെട്ട കുടുംബങ്ങളിലോട്ട് ഒരു വീട്ടിലോട്ടുള്ള കിച്ചണിലോട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഓർഫനേജ്, കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ അല്ല, ഞങ്ങൾ ഓർഫനേജിലാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കും, പിള്ളേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പൈസ കൊടുക്കും. പിന്നെ പാവപ്പെട്ടവരെ ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോൾ പൈസ കൊടുക്കും. പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് വിളിച്ചു വരുമ്പോൾ ഞങ്ങൾ പൈസ കൊടുക്കും. നാട്ടിലായിരുന്നപ്പോൾ ചേട്ടായി ഒത്തിരി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോൾ UK-ലായിരുന്നപ്പോൾ അത്ര സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അച്ഛനോ അല്ലെങ്കിൽ യൂത്തിൻ്റെ അവർ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ അതനുസരിച്ചുള്ള പൈസ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റസിലിടാറുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് വന്ന പിള്ളേരോട് എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ചേട്ടായി അവരുടെ കമ്പനിയിലുള്ള എല്ലാവരോടും, പിള്ളേരില്ലാത്ത പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവരോട് പറയും, നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കണം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് ഞങ്ങൾ എല്ലാവരോടും തന്നെ പറയാറുണ്ട്. ഞങ്ങൾക്ക് മാതാവ് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഉടമ്പടി ഇതെടുത്തത്. അമ്മ മാതാവിനും കർത്താവ് യേശു മിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. 2 കൊരിന്തോസ് 6:2 സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ആലീസ് എബ്രഹാം എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ വലിയ സന്തോഷത്തോടും നന്ദിയോടും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അനിശ്ചിതത്വമുള്ള ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും സുനിശ്ചിതമായ ദൈവകൃപ ലഭിക്കുവാൻ നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ദൈവികമായ ഇടപെടലിൻ്റെ പേരാണ് മരിയൻ ഉടമ്പടി എന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ ഈ കാലഘട്ടത്തിൽ ഏതൊരു ജീവിത വിഷയത്തെയും ദൈവം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിച്ച് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം ജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ജീവിതം സുരക്ഷിതമാക്കുന്നത് അനുഭവിക്കുവാനാവും. ജീവിത പങ്കാളിക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ലെന്ന് പറഞ്ഞു, എങ്കിലും ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അപ്പനെയും അമ്മയെയും എങ്ങനെ നോക്കിയോ ആ പരിചരണത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അതവർക്ക് ഇഷ്ടപ്പെടുകയും ജോലി കൊടുക്കുകയും പിന്നീട് ഒരാൾക്കും, ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് പോലും ജോലി അവിടെ കിട്ടിയിട്ടില്ലെന്നും സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് വേണ്ടി പൂട്ടിയ വാതിലുകൾ തുറക്കപ്പെടും, നമുക്ക് വേണ്ടി പുതിയ ആകാശം ദൈവം വിരിച്ചു തരും, നമുക്ക് വേണ്ടി പുതിയ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അവിടുന്ന് ഒരുക്കിത്തരും. എത്ര കണ്ട് കണ്ണീരോടും ക്ലേശത്തോടും ജീവിതം ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കുന്നുവോ എല്ലാം ശുഭകരമാകുന്നത് വരെയും അവിടുന്ന് കൂടെ നിന്ന് ക്ലേശങ്ങൾ അകറ്റി ജീവിത വഴികൾ തുറന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിരന്തരം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. സഹോദരി പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി ആരെന്ത് ചോദിച്ചാലും എത്ര കൊടുക്കുവാനും സന്മനസ്സോടുകൂടി എപ്പോഴും സഹായിക്കുന്ന വ്യക്തിയാണെന്ന്. ദൈവസ്നേഹത്തോടു കൂടിയുള്ള കാരുണ്യ പ്രവൃത്തി, അത് ഉടമ്പടിയിൽ നാം വയ്ക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹമാകുന്നതിന് വലിയ ബലമാണ്. നല്ല വിശ്വാസത്തോടു കൂടി മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുന്ന വിശ്വാസ കൈമാറ്റത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വേഗത്തിൽ അനുഗ്രഹമാകുന്നതിന് നമുക്കുള്ള എളുപ്പവഴിയാണ്. അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളിലൂടെ, പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഈടുകൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ നീക്കിക്കൊണ്ട്, തകർച്ചകളെ മാറ്റിക്കൊണ്ട്, അസാധ്യതകൾക്ക് പോലും സാധ്യതകൾ നൽകിക്കൊണ്ട്, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഏറ്റവും സമയച്ചുരുക്കത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കും. അതിൻ്റെ സാക്ഷ്യമാണ് സന്തോഷത്തോടെ നിരന്തരമായ ദൈവിക ഇടപെടലുകളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവാനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.